ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിനെ കുറിച്ച് വീഡിയോസ് ചെയ്തപ്പോൾ കുറേ പേര് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ഇത്രയും 15 kgs ഒക്കെ കുറച്ചത്, ഒരു 1 വീക്ക് ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി എൻ്റെ ഒരു 1 വീക്ക് ഡയറ്റ് പ്ലാൻ എങ്ങനെയായിരുന്നു എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 വീക്ക് ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് ഞാൻ എടുത്തിരുന്നത് എന്നുള്ളതാണ്. അതായത് സൺഡേ ടു സാറ്റർഡേ, അതായത് ഒരു 7 days എങ്ങനെയാണ് ഞാൻ എൻ്റെ 7 days 1 വീക്കെൻഡ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കുറേ ഈ വെയിറ്റ് ലോസിനെ കുറിച്ചുള്ള ടിപ്സും ട്രിക്സും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കര വെൽക്കം ആണ് ആ വീഡിയോയ്ക്ക് തന്നത്. കുറേ പേര് എനിക്ക് മനസ്സിലായി, കുറേ പേര് വെയിറ്റ് ഗെയിൻ ആയിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ആ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായി. എന്നെപ്പോലെ തന്നെ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓർത്തു, വൈ നോട്ട്, എന്തുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത്, അതും ഞാൻ ജിമ്മിലൊന്നും പോവാതെയാണ് ഞാൻ ഇത്രയും ഒരു 15 kgs കുറച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കുറച്ചത്, ഇത്രയും kgs എങ്ങനെ കുറച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിലൊരു പേപ്പറും പാനും എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ലൈക്ക് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്തിട്ടാണ് വെയിറ്റ് കുറച്ചെന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഡയറ്റ് പ്ലാൻ വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഓരോ ദിവസത്തെ പ്ലാൻ എന്താണെന്ന് ഇവിടെ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് അത് നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ എൻ്റെ ഒരു വെയിറ്റ് ലോസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൊരു സംഭവമാണ് റൈസ്. ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇതുവരെ റൈസ് യൂസ് ചെയ്തിട്ടേ ഇല്ല. എപ്പോഴൊക്കെയാണ് ഞാൻ ഡയറ്റിലിരുന്നത് ആ സമയത്ത് ഞാൻ റൈസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ കാർബ്സ് കുറച്ചെടുക്കുമായിരുന്നു. പക്ഷെ അത് എന്തിലൊക്കെയാണ്, ഞാൻ മില്ലറ്റ്, ഓട്സ്, റാഗി, വീറ്റ് അങ്ങനത്തെ ഐറ്റംസിലൂടെയൊക്കെയാണ് ഞാൻ കാർബ്സ് എടുത്തിരുന്നത്. അല്ലാതെ എനിക്കറിയാം നമ്മൾ മലയാളീസിന് റൈസ് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് റൈസ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് റൈസ് കൺസ്യൂം ചെയ്താൽ ഈസി ആയിട്ട് വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ 15 kgs കുറയ്ക്കാനെടുത്ത കാലയളവിൽ ഞാൻ റൈസ് ഉപയോഗിച്ചിട്ടേ ഇല്ല, കഴിച്ചിട്ടേ ഇല്ല. പകരം ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാർബ്സ് വേറെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റൈസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റൈസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളവർ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തോളൂ. ഇല്ലാത്തവർ റൈസ് കുറച്ച് വെച്ചിട്ട് ഉള്ള ഡയറ്റായിട്ട് എടുത്തോളൂ. റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഞാൻ എൻ്റെ ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഗ്രാൻഡ് ചെയ്തിട്ടാണ് ഓക്കെ ഇതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അതായത് നമുക്ക് വേണ്ട മിനറൽസും വേണ്ട വൈറ്റമിൻസും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനിപ്പോഴും പറയാണ്, നിങ്ങളോട് ഞാൻ എൻ്റെ ഈ ഡയറ്റ് പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയില്ല. കാരണം അവരവരുടെ ബോഡി, എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് 15 kgs ലോസ് ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് 15 തന്നെ ലോസ് ആവണമെന്നില്ല ഇതുകൊണ്ട്. പക്ഷെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് എന്തായാലും നല്ലൊരു വെയിറ്റ് ലോസ് ഉണ്ടാവും ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഞാനതിന് അനുഭവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് ഇത് എടുക്കാനൊന്നും പറയില്ല. പക്ഷെ നിങ്ങൾക്ക് എടുക്കേണ്ടവർക്ക് എടുക്കാം. ഇത് സേഫ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഇതിൽ വേറെ എക്സ്ട്രാ ആയിട്ട് പുറത്തുനിന്ന് എല്ലാ കെമിക്കൽസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ആക്കിയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ അല്ല ഇത്. ഇതെന്നാൽ സിമ്പിൾ, നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകളിൽ തന്നെ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ടും കൂടെ അതുകൊണ്ട് സേഫ് ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, വേണ്ടാത്തവർ ഫോളോ ചെയ്യണ്ട. സോ നെഗറ്റീവ് കമൻറ്റ്സ് ആയിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം. ഹെൽത്ത് നോക്കണം, കുറച്ച് ഫിറ്റ് ആവണം, കുറച്ച് വെയിറ്റ് കുറഞ്ഞാൽ അതിൻ്റെ ഹെൽത്ത് ഓക്കെ ആവും എന്നുള്ളവർക്കൊക്കെ എടുക്കാവുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. ഓക്കെ, സോ ഞാൻ അധികം സംസാരിച്ച് നീട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഒരു 1 വീക്ക് മീൽ പ്ലാൻ എങ്ങനെയാണ് ഫോർ വെയിറ്റ് ലോസ് നമുക്ക് നോക്കാം. സോ അധികം സമയം കളയണ്ട. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. സോ ഡേ 1, അതായത് നിങ്ങൾ ഡേ 1 എന്താണെങ്കിലും എടുത്തോ. ഡേ 1 ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് എൻ്റെ ഈ ഒരു 1 വീക്ക് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അടുത്ത 1 വീക്കിലും ഞാൻ ഇത് തന്നെയാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് ഐറ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതൊരു 1 മന്തെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത മാസം അത് ചേഞ്ച് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഡേയിൽ, അതായത് നിങ്ങൾ മൺഡേ ആയിട്ട് എടുത്തോളൂ. മൺഡേയിൽ നമ്മൾ കഴിക്കേണ്ടത് രാവിലെ 2 ദോശ
വിച്ച് മീൻസ് നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശയല്ല, ഗോതമ്പ് ദോശ അല്ലെങ്കിൽ റാഗി ദോശ 2 കഴിക്കാം. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറിയാണെങ്കിലും ഒരു സ്മോൾ പോർഷൻ എടുക്കാം. ഇപ്പോൾ സാമ്പാറാണെങ്കിൽ ഒരു സ്മോൾ പോർഷൻ എടുക്കാം, ചട്നി ആണെങ്കിൽ ഒരു സ്മോൾ പോർഷൻ എടുക്കാം. ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോശ കഴിക്കുമ്പോൾ 2 ദോശയിൽ ഒതുക്കാൻ നോക്കുക. 1.5 കഴിച്ചാലും കുഴപ്പമില്ല, 2 ദോശ മാക്സിമം 2, അതിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിഡ് സ്നാക്കായിട്ട്, അതായത് ലഞ്ചിന് ഇടയ്ക്ക് നമുക്ക് എന്തായാലും വിശക്കും. ആ വിശക്കുന്ന സമയത്ത് നമ്മൾ ഒരു പഴം കഴിക്കുക. നേന്ത്രപ്പഴം വേണ്ട, നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഞാൻ കൂടുതലായിട്ട് റോബസ്റ്റാണ് കഴിച്ചിരുന്നത്. സോ അതിൻ്റെ ഇടയ്ക്കായിട്ട് റോബസ്റ്റ് കഴിക്കുക, അതൊരു നല്ല ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുക. ലഞ്ചിനായിട്ട് നമ്മൾ കഴിക്കണത് ചപ്പാത്തിയാണ്, അതായത് 2 ചപ്പാത്തി ആൻഡ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന അവിടെ ഉള്ള വെജിറ്റബിൾ കറിയോ, ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിൽ ഒരു പീസ് ചിക്കൻ കറി അങ്ങനെ കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലഞ്ചിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേർഡ്. നല്ലതാണ്, നമ്മുടെ ഡൈജഷനൊക്കെ നല്ലതാണ്. ഒരു കപ്പ് ഓഫ് കേർഡും കൂടെ കഴിക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് റൈസ് ഒന്നും എടുക്കാൻ പാടില്ല, ചപ്പാത്തിയാണ് കഴിക്കുന്നത് നമ്മൾ. പിന്നെ കറിയും ആൻഡ് ഓൾസോ കേർഡും കൂടെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈവനിങ് ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് എന്തായാലും വിശക്കും. നമ്മൾ ചായ കുടിക്കുന്ന ഒരു സമയമാണ്. ചായ ഒന്നും കുടിക്കരുത്, ചായ പഞ്ചസാര ഐറ്റംസ് എല്ലാം ഒഴിവാക്കാം, ചായ ഒന്നും കുടിക്കാൻ പാടില്ല. 4 മണിയാകുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ഓഫ് ഗ്രീൻ ടീ കുടിക്കാം. എലോങ് വിത്ത് ദാറ്റ് നമ്മൾ നട്ട്സ് കഴിക്കുക. അതായത് നട്ട്സ് ഇപ്പോൾ കാഷ്യൂ നട്ടോ ബദാമോ അല്ലെങ്കിൽ പീനട്ട്സോ, അതായത് നിലക്കടല എന്നൊക്കെ പറയില്ലേ, അത് എന്തെങ്കിലും കഴിക്കാം. കാഷ്യൂ നട്ടും ബദാമൊക്കെ കഴിക്കുമ്പോൾ ഒരു 5 എണ്ണം വീതം കഴിക്കാൻ ശ്രമിക്കുക. പീനട്ട് കടലയാവുമ്പോൾ ഒരു 10-12 എണ്ണം കഴിക്കാം. അത്ര മതി 4 മണി സ്നാക്ക്. ഇനി നൈറ്റിൽ, അതായത് രാത്രി നമ്മൾ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിച്ചിരുന്നത് ഓട്സ് കഞ്ഞിയാണ് കഴിച്ചിരുന്നത്. എൻ്റെ ഒരു മൺഡേയിലത്തെ മെനു ആണ് പറയുന്നത്. ഓട്സ് കഞ്ഞിയാണ് ഞാൻ രാത്രി കഴിച്ചിരുന്നത്. ഓട്സ് കഞ്ഞിയുടെ കൂടെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിക്കും. ഞാൻ എനിക്കിഷ്ടം കുക്കുംബറായിരുന്നു. കുക്കുംബറാണ് ഞാൻ കഴിച്ചിരുന്നത്. മൺഡേയിൽ ഞാൻ അങ്ങനെ കഴിച്ചിരുന്നത് ഒരു എന്തെങ്കിലും ഒന്ന്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ, വിശപ്പ് മാറിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ കഴിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ രാത്രി ആ ബോയിൽഡ് എഗ്ഗ് കഴിക്കാനുള്ള വയറുണ്ടായില്ലെങ്കിൽ നിങ്ങൾ 4 മണി സ്നാക്കിൽ അങ്ങനെ ആ ബോയിൽഡ് എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കും. അപ്പോൾ ഇനി നമ്മുടെ ഡേ 2, അതായത് ട്യൂസ്ഡേയിലത്തെ കാര്യം പറയാം. രാവിലെ തന്നെ വെജിറ്റബിൾ ഉപ്മാവാണ് കഴിക്കുന്നത്. വെജിറ്റബിൾ ഉപ്മാവ് വിച്ച് മീൻസ് നമ്മൾ എന്തെങ്കിലും വീറ്റ്, ഗോതമ്പ്, അങ്ങനത്തെ ഗോതമ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും റവ കൊണ്ടുള്ള ഉപ്മാവ് കഴിക്കേണ്ട. വീറ്റ് അത് നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഉപ്മാവ് കഴിക്കാം രാവിലെ കുറച്ച്. അതിൻ്റെ കൂടെ ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ കഴിക്കാം. പിന്നെ മിഡ് സ്നാക്ക് ആയതുകൊണ്ട് 11 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് ബിഫോർ ലഞ്ച് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക്, അതായത് സംഭാരം, മോരും വെള്ളം എന്നൊക്കെ പറയും, അത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. അത് എത്ര വേണമെങ്കിലും കുടിക്കാം, പ്രശ്നമില്ല. വിശക്കുമ്പോൾ എടുത്ത് കുടിച്ചോളൂ, കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ നമുക്ക് ലഞ്ചിനെന്ന് പറയുന്നത് ഫോക്സ്ടെയിൽ മില്ലറ്റാണ് ഞാൻ ട്യൂസ്ഡേയിൽ എടുക്കാറ്. ഫോക്സ്ടെയിൽ മില്ലറ്റ് നമുക്ക് കടയിൽ പോയാൽ മേടിക്കാൻ കിട്ടും. പലതരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ ഒരു നല്ലൊരു മില്ലറ്റാണ്. അതായത് നമുക്ക് ലിറ്റിൽ മില്ലറ്റ് ഉണ്ട്, ബർണിയാർഡ് മില്ലറ്റ് ഉണ്ട്, ഫോക്സ്ടെയിൽ മില്ലറ്റ് ഉണ്ട്, അങ്ങനെ കുറേ തരം മില്ലറ്റ് ഉണ്ട്. അതിൽ ഫോക്സ്ടെയിൽ മില്ലറ്റാണ് ഞാൻ ട്യൂസ്ഡേ ഉച്ചയ്ക്ക് കഴിക്കാറ്. നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തോരൻ, ബീൻസ് തോരനോ അല്ലെങ്കിൽ ഫിഷ് കറി ഉണ്ടെങ്കിൽ ഫിഷ് കറിയുടെ ഒരു പീസും കുറച്ച് ചാറും അങ്ങനെ എടുക്കാം. ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ അത് എടുക്കാം. പിന്നെ 4 മണിക്ക് എഗെയിൻ നമ്മൾ ഗ്രീൻ ടീയോ ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ നമുക്ക് കുടിക്കാം. വിത്തൗട്ട് ഷുഗർ ആയിരിക്കണം നമ്മൾ എന്ത് കഴിക്കും അത് കഴിക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ നേരത്തെ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും ഒരു 4 മണി സമയത്ത് കഴിക്കാറുള്ളത് കാഷ്യൂ നട്ട്, ബദാം, വാൾനട്ട്, പീനട്ട്, ഇതിലെന്തെങ്കിലും ഒരു ഐറ്റം എടുത്ത് ഒരു 4-5 എണ്ണം കഴിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എല്ലാത്തിൽ ഓരോരോ ഐറ്റംസ് ഓരോന്നും എടുത്തിട്ട് 5 എണ്ണം അങ്ങനെ കഴിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിൽ നൈറ്റിൽ എന്താ കഴിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിൽഡ് പനീറാണ് കഴിക്കാറുള്ളത്. ഒത്തിരിയൊന്നും കഴിക്കാറില്ല. ഫ്യൂ പീസസ് ഓഫ് ഗ്രിൽഡ് പനീർ. നോർമലി നമ്മൾ ഈ സോയാബീനൊക്കെ ഫ്രൈ ചെയ്യാനുള്ളൊരു മസാലയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കിയിട്ട് പനീർ ഗ്രിൽ ചെയ്തിട്ടാണ് നൈറ്റ് കഴിക്കാറുള്ളത്. ഒപ്പം എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ്, ഞാൻ എപ്പോഴും നൈറ്റിൽ കുക്കുംബറാണ് കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിക്കുക, കുക്കുംബർ ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂസ്ഡേയിലത്തെ മെനു വരുന്നത്. ഇനി നമുക്ക് ബുധനാഴ്ച എന്താ കഴിക്കുന്നത് നോക്കാം. നമ്മുടെ വെനസ്ഡേയിലത്തെ മെനു, അതായത് ഡേ 3 മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ റാഗി പുട്ടാണ് കഴിക്കുന്നത്. റാഗി പുട്ടും വീട്ടിൽ കടലക്കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കടലക്കറിയോ പയറുകറിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. പുട്ടിൻ്റെ കൂടെ രാവിലെ അതാണ് കഴിക്കുന്നത്. പിന്നെ ബുധനാഴ്ച ഞാൻ
മിഡ് സ്നാക്കായിട്ട്, ലഞ്ചിന് മുന്നുള്ള സ്നാക്കായിട്ട് ഞാൻ കഴിക്കുന്നത് ടെൻഡർ കോക്കനട്ട് വാട്ടർ, അതായത് കരിക്കും വെള്ളമാണ് ഞാൻ കുടിക്കാറുണ്ടായിരുന്നത്. അത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയെന്ന് പറഞ്ഞൊരു സാധനമല്ല കരിക്കും വെള്ളം എന്നുള്ളത്. സോ ഞാൻ അപ്പോൾ കരിക്കും വെള്ളം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് നോർമലി കഴിക്കുന്ന പോലെ ആപ്പിളോ ഓറഞ്ചോ ബനാനയോ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് എഗെയിൻ ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത്. ചപ്പാത്തി ഞാൻ മാക്സിമം ഒരു 1-1.5 ചപ്പാത്തി ഞാൻ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടെ കറി എന്താണുള്ളത്, കറിയാണ് കൂടുതലായിട്ട് എടുക്കാറുണ്ടായിരുന്നത്. പിന്നെ 4 മണിയാവുമ്പോൾ ഞാൻ കഴിക്കാറുള്ളത് നമ്മുടെ കടലയുണ്ടല്ലോ, വെള്ള കളറിലെ കടല ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ സ്ട്രീറ്റ് ഫുഡിലൊക്കെ നമുക്ക് കിട്ടൂലേ ഈ കടലയിൽ മറ്റേ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടിട്ട്, അതിനെന്താ പേരെനിക്ക് പറയാനറിയില്ല, നമുക്ക് വെജിറ്റബിൾസ് ഉള്ളതൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് ഇച്ചിരി എന്തെങ്കിലും കുരുമുളകൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു 4 മണിക്ക്. എനിക്കെപ്പോഴും ചായയൊന്നും വേണമെന്നുള്ള ഒരാളല്ല, അതുകൊണ്ട് ഞാൻ ചായ ഇപ്പം പഞ്ചസാര ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചായ ഇങ്ങനെ കുടിക്കാറില്ല. വല്ലപ്പോഴും കുടിക്കും. ഗ്രീൻ ടീ ആണ് കൂടുതൽ കുടിക്കാറ് 4 മണിയാകുമ്പോൾ. പിന്നെ ബുധനാഴ്ച വൈകിട്ട് ഞാൻ എപ്പോഴും കഴിക്കാറുള്ളത് വെജിറ്റബിൾ സൂപ്പാണ്. നമ്മുടെ ഉള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് ഉപ്പും കുരുമുളക് ഇട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടാണ് വെജിറ്റബിൾ സൂപ്പ് പോലെയാണ് കഴിക്കാറ്. എഗെയിൻ ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ ആ സൂപ്പിൽ ഞാൻ ഇട്ടിട്ട് കഴിക്കാറുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ബുധനാഴ്ചയിൽ പിന്നെ ഡേ 4, അതായത് വ്യാഴാഴ്ച കഴിക്കുന്നത് രാവിലെ ഓട്സ് ആണ് കഴിക്കുക. ഓട്സ് പാലിൽ, അതായത് നമ്മൾ സ്കിംഡ് മിൽക്ക് കിട്ടും, നമുക്ക് ഈ ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് കിട്ടും, ഫാറ്റ് ഇല്ലാത്ത മിൽക്ക്, അതാണ് ഞാൻ മേടിക്കാറുണ്ടായിരുന്നത്. അതില്ലെങ്കിൽ ഓട്സ് നിങ്ങൾക്ക് വെള്ളത്തിലാണെങ്കിലും ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഓട്സ് ആണ് രാവിലെ കഴിക്കാറ്. വ്യാഴാഴ്ച രാവിലെ ഓട്സ് ആണ് കഴിക്കുന്നത്. പിന്നെ മിഡ് സ്നാക്കായിട്ട് ഓറഞ്ചോ ആപ്പിളോ പേരയ്ക്കയോ പപ്പായയോ എന്തെങ്കിലും എടുക്കും മിഡ് സ്നാക്കായിട്ട്. കാരണം രാവിലെ നമ്മൾ ഓട്സ് ആണ് കഴിച്ചിട്ടുള്ളത്, അപ്പോൾ അത് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും നല്ലൊരു ഫ്രൂട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ലിറ്റിൽ മില്ലറ്റാണ് കഴിക്കാറുള്ളത്. നമുക്ക് കിട്ടും കടയിൽ മേടിക്കാനായിട്ട് ലിറ്റിൽ മില്ലറ്റ്. നമുക്ക് ചോറ് പോലെ ആക്കി എടുക്കാം ലിറ്റിൽ മില്ലറ്റ്സ് എല്ലാം. അതും നമുക്ക് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ചോറ് പോലെ കിട്ടും. അതായത് ഈ നുറുക്കുപ്പുമാവൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മോഡലായി കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് ചോറ് പോലെ തന്നെ എന്ത് കറിയോ ഉള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് കുഴച്ച് കഴിക്കണം എന്നുള്ളവർക്ക് അത് കഴിക്കാൻ പറ്റും മില്ലറ്റ്. അപ്പോൾ ലിറ്റിൽ മില്ലറ്റാണ് ഉച്ചയ്ക്ക് എടുക്കാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മില്ലറ്റ്, പേൾ മില്ലറ്റ് ആയാലും എടുക്കാം ഉച്ചയ്ക്ക്, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് വീട്ടിലുണ്ടാക്കുന്ന കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറി എടുക്കാം. പിന്നെ കൂടെ ഒരു കേടും കൂടെ എടുക്കാം. പിന്നെ 4 മണിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ ഗ്രീൻ ടീയോ കഴിക്കുക. പിന്നെ കാഷ്യൂ ബദാം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാം. പിന്നെ വ്യാഴാഴ്ച രാത്രി റാഗി ഉപ്പുമാവാണ് കഴിക്കാറുണ്ടായിരുന്നത്. അല്ലെങ്കിൽ റാഗി കഞ്ഞി കഴിക്കാം. റാഗി ഉപ്പുമാവോ റാഗി കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ റാഗി ദോശയോ എന്തെങ്കിലും കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ സോർട്ടഡ് വെജിറ്റബിൾസും ബ്രോക്കോളി. ഞാൻ വ്യാഴാഴ്ച ബ്രോക്കോളി ഞാനിങ്ങനെ ഒരു ഡയറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതും കഴിക്കുന്നതും. നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. നമുക്കറിയാം ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഇതൊക്കെ ഇതാക്കാനും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഫാമിലിക്ക് വേറെ ഫുഡ്, നമുക്ക് വേറെ ഫുഡൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. പക്ഷെ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ വണ്ണം കുറയുകയും ചെയ്യും. നമുക്ക് ഹെൽത്തി ആയിട്ട് ഇപ്പം 4 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും കിതയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ രാത്രി അങ്ങനെ റാഗിയുടെ ഇതും റാഗി കഞ്ഞിയോ റാഗി ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. സോർട്ടഡ് വെജിറ്റബിൾസ് കഴിക്കുക. സോർട്ടഡ് വെജിറ്റബിൾസിൽ നമ്മൾ ബ്രോക്കലിയൊക്കെ നല്ലതാണ്. ബ്രോക്കലി പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്വീറ്റ് കോൺ, ചെറിയ കോൺ, ലിറ്റിൽ കോണൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. സോ ഇതാണ് നമ്മുടെ തേഴ്സ്ഡേയിലത്തെ മെനു. സോ ഇനി ഡേ 5 കാര്യം പറയാം. അതായത് ഫ്രൈഡേ ഞാൻ രാവിലെ കഴിക്കാറുള്ളത് 2 അപ്പമാണ്. 2 അപ്പവും വീട്ടിലുണ്ടാക്കാനുള്ള എന്ത് കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ, വെജിറ്റബിൾ കറി എന്താണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ കഴിക്കും. പിന്നെ മിഡ് സ്നാക്കായിട്ട് ഞാൻ ബട്ടർ മിൽക്കാണ് അഗെയിൻ കുടിക്കാറുണ്ടായിരുന്നത്. ബട്ടർ മിൽക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ചിന് 2 ചപ്പാത്തിയും അതുപോലെ തന്നെ ബോയിൽഡ് ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവോ അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ചിക്കൻ കറി ആണെങ്കിൽ പോലും എടുക്കാം. ഇപ്പോൾ ഒരു പീസും കറിയുമായിട്ട് അങ്ങനെ എടുക്കാം, ചിക്കൻ കറി. അങ്ങനെ ലഞ്ച് അതാണ്. ഈവനിങ് സ്നാക്കായിട്ട് ഫ്രൈഡേ എടുക്കാറുള്ളത് ഗ്രീൻ ടീയും അതുപോലെ തന്നെ ബോയിൽഡ് കോണാണ്. കോൺ പുഴുങ്ങിയത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കോൺ.
അപ്പോൾ അതും കോൺ പുഴുങ്ങിയതും, അതായത് ബോയിൽഡ് കോണും പിന്നെ ഗ്രീൻ ടീ ആണ് ഈവനിങ് എടുക്കാറുള്ളത്. പിന്നെ ഫ്രൈഡേ നൈറ്റിൽ മില്ലറ്റ് ഉപ്മാവാണ് കഴിക്കാറുള്ളത്. മില്ലറ്റ് ഉപ്മാവും എന്തെങ്കിലും ഇപ്പോൾ കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേടും കഴിക്കും, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും സോട്ട് ചെയ്തൊന്നും കൂടെ അങ്ങനെ കഴിക്കാറുള്ളത്. ഇതാണ് ഫ്രൈഡേയിലത്തെ മെനു വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ സൈഡിലോ ഇവിടെ മെനു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുത്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയിട്ടാണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി സാറ്റർഡേയിൽ രാവിലെ ഞാൻ ഊത്തപ്പമാണ് കഴിക്കാറുള്ളത്. 2 ചെറിയ ഊത്തപ്പം കഴിക്കും. ഊത്തപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ദോശ ബാറ്ററിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. ഊത്തപ്പമാണ് ഞാൻ കഴിക്കാറുള്ളത്. നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അതിന് പിന്നെ എക്സ്ട്രാ കറികളോ അങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ല. ഉണ്ടെങ്കിൽ മറ്റു ടൊമാറ്റോ ചട്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ അത് കഴിച്ചുകൊണ്ട് നമ്മൾ മിഡ് സ്നാക്കായിട്ട് ഫ്രൂട്ട് ബൗളാണ് ഞാൻ എടുക്കാറുള്ളത്. അതായത് അന്ന് വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ കട്ട് ചെയ്തിട്ടൊരു ഫ്രൂട്ട് ബൗൾ പോലെ കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ഫോക്സ് ടെയിൽ മില്ലറ്റാണ് കഴിക്കാറുള്ളത്. നിങ്ങൾ കടയിൽ പോകുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട്. എല്ലാ മില്ലറ്റ്സും എടുത്ത് നോക്കുക, അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എഴുതിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് പറ്റാവുന്ന മില്ലറ്റ്സൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ നോക്കുക. ചോറ് മാറ്റി മില്ലറ്റ്സ് ആക്കുക. ഫോക്സ് ടെയിൽ മില്ലറ്റിൻ്റെ കൂടെ എന്ത് കറിയുണ്ടോ അത് കഴിക്കാം. കൂടെ മോര്, 1 കപ്പ് തൈരോ കേട് എടുത്ത് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കടല വേവിച്ചതോ പയർ വേവിച്ചതോ ചെറുപയർ വേവിച്ചതോ 4 മണിക്ക് കഴിക്കാം ചായയുടെ കൂടെ എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വിത്തൗട്ട് ഷുഗറാണ് നിങ്ങൾ ചായ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ചായയുടെ കൂടെ ചെറുപയർ മുളപ്പിച്ചതോ ചെറുപയർ വേവിച്ചതോ ആണ് കഴിക്കാറുള്ളത് സാറ്റർഡേ നൈറ്റിൽ ഞാൻ ഫുഡായിട്ട് എടുക്കാറുള്ളത് ഗ്രിൽഡ് ഫിഷാണ്. ഗ്രിൽഡ് ചിക്കൻ എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് നമുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിൽ എല്ലാം കിട്ടുകയും വേണം, എന്നാൽ നമ്മൾ തടിക്കാനും പാടില്ല. അങ്ങനെ വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രിൽഡ് ഫിഷ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തോ അയിലയോ എന്താണെങ്കിലും ഇപ്പോൾ മത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡീപ്പ് ഫ്രൈ എണ്ണയിലിട്ട് വീട്ടുകാർ കഴിക്കുന്ന പോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാതെ നിങ്ങൾ തവ ഗ്രില്ലോ അങ്ങനെ എന്തെങ്കിലും ഗ്രിൽ ചെയ്തിട്ട് ഫിഷ് എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ചിക്കൻ ആയാലും ഗ്രിൽ ചെയ്ത് കഴിക്കാം. ഒപ്പം കുറച്ച് വെജിറ്റബിൾസും കൂടെ കഴിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതാണ് സാറ്റർഡേയിലത്തെ മെനു. ഇനി സൺഡേ, അതായത് നമ്മുടെ ലാസ്റ്റ് 7th ഡേയിൽ എന്താ കഴിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഗോതമ്പ് ദോശയാണ് കഴിക്കാറുള്ളത്. ഗോതമ്പ് ദോശയുടെ കൂടെ എന്തെങ്കിലും ഒരു കറി. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറി വേണമെങ്കിലും നമുക്ക് എടുക്കാം, കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മിഡ് സ്നാക്കായിട്ട് ഞാൻ വെജിറ്റബിൾ ബൗളാണ് കഴിക്കാറുള്ളത്. വീട്ടിലുള്ള വെജിറ്റബിൾസ് എന്താണോ അതെടുത്തിട്ടൊരു ബൗളാക്കി കഴിക്കും. പിന്നെ ഉച്ചത്തേക്ക് സൺഡേയിൽ ഞാൻ മിക്ക ദിവസവും ചീറ്റ് മീലാണ് സൺഡേ മാത്രമേ എടുക്കാറ്. ഉച്ചത്തേക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട്, ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ സൺഡേയിൽ എന്തായാലും പുറത്ത് പോയിരിക്കും എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചോറ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണെങ്കിൽ ചോറ് എടുത്ത് കഴിക്കാം ഉച്ചയ്ക്ക്. സൺഡേ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺഡേ ഫുള്ളല്ല ഞാൻ പറഞ്ഞത്, സൺഡേ ലഞ്ചിന് മാത്രം നിങ്ങൾ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിക്കുക. ഞാനിപ്പോൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് പോവുകയാണെങ്കിൽ ഞാനൊരു ഹാഫ് ബിരിയാണി, കുറച്ച് മന്തി ഒക്കെ കഴിച്ചിട്ടുണ്ട്. സൺഡേസിൽ കഴിക്കാറുണ്ട് അങ്ങനെ. ഇപ്പോൾ ബർഗറോ പിസ്സയോ എന്ത് വേണമെങ്കിലും ഞാൻ സൺഡേ ഉച്ചയ്ക്ക് കഴിക്കും. സൺഡേ ഉച്ചയ്ക്ക് സാക്രിഫൈസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഡേ ഉച്ചയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ചോറ് ഇഷ്ടമുള്ളതാണെങ്കിൽ ചോറ് കഴിക്കാം. ഇപ്പോൾ നിങ്ങൾ വെളിയിൽ വല്ലതും ഇരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് എന്ത് ഫുഡാണെങ്കിലും കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഫുൾ ബിരിയാണി കഴിക്കുന്ന ആളാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ബിരിയാണി കഴിക്കാം, മനസ്സിലായോ? അങ്ങനെ കുറച്ചിട്ട് കഴിക്കാം. അപ്പം അങ്ങനെയാണ് സൺഡേ ഉച്ചയ്ക്ക് നമുക്ക് ചീറ്റ് മീലാണ്. നിങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ മതി. എന്നാലേ നമുക്ക് ഈ ഡയറ്റ് എടുക്കുന്നത് മടുക്കാതിരിക്കുള്ളൂ. വീക്ക്ലി വൺസ് ഒരു ടൈമെങ്കിലും ഒരു ചീറ്റ് മീൽ എടുക്കുന്നത് കുഴപ്പമില്ല. സൺഡേ ആകുമ്പോൾ നമുക്ക് ഓഫാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും പുറത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങാനോ ഇതിനൊക്കെ പോകുമ്പോൾ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇല്ല അത് നിങ്ങൾക്ക് ഡയറ്റ് വേണമെന്ന് വെച്ചാൽ അത് മാറ്റി ചപ്പാത്തി എന്തെങ്കിലും കഴിക്കാം, പ്രശ്നമില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചീറ്റ് മീലാണ് എടുത്തിരുന്നത്. ആൻഡ് ഈവനിങ്ങിൽ സ്പ്രൗട്ട്സ് എന്തെങ്കിലും വിത്ത് ഗ്രീൻ ടീയുടെ കൂടെ സ്പ്രൗട്ട്സ്, ഇപ്പോൾ പയർ മുളപ്പിച്ചത്, കടല മുളപ്പിച്ചത്, അങ്ങനെ എന്തെങ്കിലും സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റം കഴിക്കുക. നൈറ്റിൽ ഓട്സ് സൂപ്പോ ഓട്സ് വെച്ചിട്ടുള്ള ഉപ്മാവോ ഓട്സ് ദോശയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കുക നൈറ്റിൽ. ഇപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ ചീറ്റ് മീൽ എടുത്തെന്ന് വെച്ചിട്ട് നൈറ്റിലും ചീറ്റ് മീൽ എടുക്കരുത്. ഒരു നേരം ചീറ്റ് മീൽ എടുക്കുക, കുഴപ്പമില്ല. നൈറ്റിൽ വീണ്ടും ഓട്സോ വെജീസ് മാത്രം കട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ഡേ അവസാനിപ്പിക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു 1 വീക്ക് ഡയറ്റ് പ്ലാൻ എന്ന് പറയണത്.
ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം ഓരോ ദിവസത്തിൻ്റെയും എന്താണെന്നുള്ളത്. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഈ ഫുൾ മെനു കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്, പൈസ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതെങ്ങനെ ചെയ്യും, നമുക്ക് ടൈം കിട്ടുന്നില്ല ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കും. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രാ വരുന്നത് മില്ലറ്റൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. എക്സ്ട്രാ വരുന്ന മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കടയിലൊക്കെ ഇപ്പോൾ നിങ്ങൾ എന്തായാലും മന്ത്ലി ഗ്രോസറീസ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകുമല്ലോ. അപ്പോൾ എക്സ്ട്രാ ഒരു 2-3 പാക്കറ്റ് ടൈപ്സ് ഓഫ് മില്ലറ്റ് എടുക്കുക. അതിലിപ്പോൾ വലിയ പൈസയും ഭയങ്കര പൈസയും കാര്യങ്ങളൊന്നും ഇല്ല മില്ലറ്റൊക്കെ എടുക്കാനായിട്ട്. പിന്നെ റാഗി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് പോയി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഷോപ്പ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് വേണ്ടി കഴിക്കുക. ഇത് ബാക്കി മറ്റാർക്കും വേണ്ടിയിട്ടല്ല പറയുന്നത്, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പറയുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുക. ഇതൊക്കെ ഇനിയിപ്പോൾ ഇതിനൊക്കെ മെനക്കിടണ്ടേ, മടിയല്ലേ, ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമൻറ്റിലൊക്കെ വന്ന് അറിയിക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്, അല്ലെങ്കിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. സോ ഇനി എന്ത് ഡയറ്റ് നിങ്ങൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണീറ്റിട്ട് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്നും എല്ലാ ദിവസവും 1 കപ്പ് ലൂക്ക് വാം വാട്ടർ, ഇച്ചിരി തിളപ്പിച്ചാറ്റിയ വെള്ളമോ എന്ത് വെള്ളമോ അങ്ങനെ കുടിക്കുക. രാവിലെ എണീറ്റിട്ട് രാവിലെ എണീറ്റ ഉടനെ 1 കപ്പ് വെള്ളം കുടിക്കാൻ മറക്കരുത്. മസ്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്തിരിക്കണം. അതിന് ശേഷം ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുക. അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നേക്കാൾ മുൻപ് ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുക. അതായത് വേണമെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളമായിരിക്കാം, കറുവപ്പട്ട ഇട്ട വെള്ളമായിരിക്കാം, ഇല്ലെങ്കിൽ കുമ്പളങ്ങ ആഷ്കോഡ് വാട്ടർ ആയിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ ആയിട്ടായാലും കുഴപ്പമില്ല, കുടിക്കാം. അപ്പോൾ ഫസ്റ്റ് എണീറ്റ ഉടനെ വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചതിന് ശേഷം ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഡീടോക്സ് ഡ്രിങ്കും കൂടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യും. ഈ കുമ്പളങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് വയറ് കുറയാനൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ആ ഡീടോക്സ് ഡ്രിങ്കും കുടിച്ചിട്ട് വേണം ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഓരോ ദിവസത്തെ മീല് അത് പറഞ്ഞ പോലെ എടുക്കുക. ഇനി ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് പ്രശ്നമൊന്നുമില്ല. ഇതിൽ എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, 3 liters ഓഫ് വാട്ടർ മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം. നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവ് മാറുന്നത്. എന്നാലും 3 ലിറ്റർ ഓഫ് വാട്ടർ നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഈ ഒരു 3 ലിറ്റർ എന്നുള്ളത് ഒരു 7:30 രാത്രി ഒരു 7:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 7:30-ക്കുള്ളിൽ 3 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ 7:30-ക്ക് ശേഷം അധികം വെള്ളം കുടിക്കാതിരിക്കാൻ നോക്കുക. ബിക്കോസ് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ അത് എഫക്റ്റ് ചെയ്യും. കുറേ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഉറങ്ങുമ്പോൾ എന്തായാലും 1-ന് പോകാൻ മുട്ടും. അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ എണീറ്റ് സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7:30 വരെയുള്ള സമയത്ത് 3 liters ഓഫ് വെള്ളം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗർ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ, ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ അങ്ങനെ ഡെസേർട്ട്, പേസ്ട്രീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക. കേക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ കുറയ്ക്കുക. അതൊന്നും വേണ്ട. കുറച്ച് നാളത്തേക്ക് ഒരു 3 months എങ്കിലും എടുക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട നമുക്ക്. പിന്നെ ഫ്രൈഡ് ചിക്കൻ, KFC, വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഐറ്റംസ് ഇതൊന്നും വേണ്ട. വറുത്ത മീൻ, നമ്മൾ വീട്ടിൽ വറക്കുന്ന മീൻ, വറുത്ത ചിക്കൻ, ഇതൊന്നും വേണ്ട നമുക്ക്. കുറച്ച് നാളത്തേക്ക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട, പറ്റും. ഞാൻ ഭയങ്കര ഒരു ഫുഡി, തീറ്റപ്പണ്ടാരമായിട്ടുള്ള ഒരാളായിരുന്നു. എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. സോ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ടൈം കണ്ടെത്തിയിട്ട് ശ്രമിച്ചു നോക്കാം. പിന്നെ അപ്പാർട്ട് ഫ്രം ദിസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. വർക്കൗട്ട് ചെയ്യാൻ സമയമുള്ള ആൾക്കാരാണെങ്കിൽ അതും കൂടെ ചെയ്യുമ്പോൾ ഇപ്പം നോർമലി കുറഞ്ഞിട്ടുള്ള വെയിറ്റിനേക്കാളും എക്സ്ട്രാ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് എന്തായാലും ഹെൽപ്പ് ചെയ്യും വർക്കൗട്ടും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ വർക്കൗട്ട് ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. ഇപ്പം എനിക്കൊന്നും സമയമില്ല. ഞാനിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വൈകിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു റൂട്ടീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ലെന്ന് പറയണ്ട, ഇല്ലയെന്ന് പറയും, ശരിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഈ ഇത്രയും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സസൈസോ ജിമ്മോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് കൺട്രോൾ ചെയ്തപ്പോൾ തന്നെ, ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ തന്നെ എൻ്റെ വെയിറ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ഈറ്റിംഗ് ഡിസോർഡർ തന്നെയാണ് നമ്മുടെ ഈ വെയിറ്റ് ഗെയിന് കാരണം. ഈ ജങ്ക് ഫുഡ്സും പുറത്തുനിന്നുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ്സ്, അതൊക്കെ കാരണം തന്നെയാണ്. നമ്മുടെ ഈറ്റിംഗ് ഡിസോർഡർ തന്നെയാണ് ഈ ഒരു വെയിറ്റ് ഗെയിന് കാരണം. അപ്പോൾ ഈ നമ്മുടെ
ഈറ്റിംഗ് മെത്തേഡ് ഒന്ന് മാറ്റി പിടിച്ചത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ കഴിക്കുന്ന സംഭവം തന്നെ കുറച്ച് മാറ്റി പിടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വെയിറ്റ് കുറഞ്ഞിരിക്കും നല്ലപോലെ. അപ്പം നിങ്ങൾ ഈ ഒരു 1 വീക്ക് ഡയറ്റ് പ്ലാൻ എന്തായാലും ഒന്ന് 1 വീക്ക് മാത്രം കഴിച്ചാൽ പോരാ, അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും നിങ്ങളിങ്ങനെ കഴിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് ലോസ് എന്തായാലും ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നൈറ്റത്തെ ഫുഡ് മാക്സിമം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിനേക്കാളും ഒരു 3-3.5 hours ബിഫോറായിട്ട് ഫുഡ് എടുക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ 10 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ 9 മണിക്ക് 9:30 ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങരുത്. അറ്റ്ലീസ്റ്റ് 10 മണിക്ക് കിടന്നുറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 7 മണിക്കെങ്കിലും നിങ്ങളുടെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതാ ഡിന്നറൊക്കെ വൈകി കഴിച്ചിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നമ്മൾ വെയിറ്റ് കൂടും. നമ്മൾ പ്രതീക്ഷിക്കില്ല, നമ്മൾ വിചാരിക്കും രാത്രി ഞാൻ അധികമൊന്നും കഴിച്ചില്ലല്ലോ, രാത്രി ഞാനിപ്പോൾ ഒരു 2-3 ചപ്പാത്തിയല്ലേ കഴിച്ചുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി കഞ്ഞിയല്ലേ കുടിച്ചുള്ളൂ, അപ്പോഴേക്കും എങ്ങനെ തടിക്കുന്നതെന്ന് തോന്നണ്ട. നമ്മൾ കഴിച്ച ഉടനെ പോയി കിടക്കുകയാണ്. അത് നമ്മളെ വെയിറ്റ് ഗെയിനിന് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ, വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യില്ല. സോ നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ ഒരു 7 മണിക്ക് നമ്മുടെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈറ്റ് ഏർലി, നേരത്തെ തന്നെ ഫുഡ് കഴിക്കുക കേട്ടോ. ഡിന്നർ മാത്രം അങ്ങനെ നോക്കിയാൽ മതി, ബാക്കിയൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കുക. ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും, എന്തായാലും കഴിക്കും. നമ്മൾ വാട്ടർ മെലനൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ചൊന്നും ഫാറ്റ് കയറാനൊന്നുമില്ല. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുന്നു, ഫ്രൂട്ട് ബൗളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നൈറ്റ് ഡിന്നറായിട്ട് ഫ്രൂട്ട് ബൗൾ ഒന്നും എടുക്കുകയേ ചെയ്യരുത്. ഡിന്നറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ബൗൾ എടുക്കാം, പക്ഷെ ഡിന്നറായിട്ട് ഫ്രൂട്ട് ബൗൾ എന്തായാലും എടുക്കരുത്. അത് നിങ്ങളെ വെയിറ്റ് കൂട്ടത്തേ ഉള്ളൂ. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട് ബൗളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ബിഫോർ 6 PM ഉള്ള ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൂട്ട് ബൗൾ കഴിക്കാം. ഇപ്പം മിഡ് സ്നാക്കായിട്ടോ ഈവനിങ് 4 PM സ്നാക്കായിട്ടോ നിങ്ങൾക്ക് ഫ്രൂട്ട് ബൗളൊക്കെ കഴിക്കാം. പക്ഷേ 6 മണിക്ക് മുൻപ് ഫ്രൂട്ട്സ് കഴിക്കുക. രാത്രി മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. രാത്രി നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ്, കുക്കുംബർ, ക്യാരറ്റ്, ബ്രോക്കലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുക. അല്ലെങ്കിൽ രാത്രി വിശക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ടൊരു ഓറഞ്ചോ ആപ്പിളോ പഴമോ ഒന്നും എടുത്ത് കഴിക്കരുത്. വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി നോക്കുക. രാത്രി മാക്സിമം ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ റൈസിൻ്റെ കൺസപ്ഷൻ കുറച്ചിട്ട് മാക്സിമം മില്ലറ്റിലോട്ട് മാറാൻ വേണ്ടി നോക്കുക. റാഗി, മില്ലറ്റ് അങ്ങനത്തെ ഐറ്റംസിലോട്ട് മാറാൻ വേണ്ടി നോക്കുക. നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടുതലും ഈ റാഗി, മില്ലറ്റും സാധനങ്ങളൊക്കെ തന്നെ കഴിച്ചിരുന്നത്. അവർ റൈസ് ഭയങ്കരമായിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെയൊക്കെ ഹെൽത്ത് നമ്മളെപ്പോൾ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഹെൽത്ത് ഫാർ ബെറ്ററാണ് നമ്മളെക്കാളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം മില്ലറ്റിലേക്കൊക്കെ മാറാൻ നോക്കുക. ഞാൻ പറഞ്ഞ കുറച്ച് മില്ലറ്റ്സ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിറ്റിൽ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്, ബർണിയാർഡ് മില്ലറ്റ്, പേൾ മില്ലറ്റ്, അങ്ങനത്തെ കുറച്ച് മില്ലറ്റ്സ് ഉണ്ട്. സോ ഈ മില്ലറ്റ്സൊക്കെ കടയിൽ പോയി ഷോപ്പിൽ പോവുക, ചോദിക്കുക, മേടിക്കുക, വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഇനി മില്ലറ്റാണ് കഴിക്കാൻ പോകുന്നത്. ചോറ് വേണ്ട, നമുക്ക് ഉച്ചയ്ക്ക് ചോറ് പോലെ തന്നെ ഇരിക്കും, ഒരു ബ്രോക്കൺ ഗോതമ്പിൻ്റെ ഉപ്മാവൊക്കെ പോലെ ഇരിക്കും. നമുക്കത് കറിയൊക്കെ കൂട്ടി കുഴച്ചങ്ങ് ചോറ് കഴിക്കുന്ന പോലെ കഴിക്കാമെന്നേ. പക്ഷേ ചോറ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലെന്ന് മാത്രം. ടേസ്റ്റ് നോക്കി പോയി കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല നമുക്ക്. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലെന്ന് തോന്നുന്നു. ഒരു 1 വീക്ക് ഹോൾ ഡയറ്റ് പ്ലാൻ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് 1 വീക്കിൽ കഴിച്ചിരുന്നത്, ഞാനിങ്ങനെ ഒരു ബുക്ക് എടുക്കും, എഴുതി വെക്കും. ആ സംഭവങ്ങൾ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ അന്നത്തെ ദിവസം. കഴിച്ച് കഴിഞ്ഞാൽ ടിക്ക് ചെയ്ത് പോവുക. അങ്ങനെ നിങ്ങൾ ചെയ്തൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റൂ. എനിക്ക് കണ്ണടയിൽ നോക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ആ സമയത്തൊന്നും. പിന്നെ എൻ്റെ സ്കിന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നിരുന്നത്. എൻ്റെ സ്കിന്നിൽ ഫുൾ ഇപ്പോഴും ചെറുതായിട്ട് പിമ്പിൾസ് വന്ന് പോയതിൻ്റെ കുഴിയും പാടൊക്കെ കാണാം. പക്ഷെ ആ ഒരു സമയത്ത് ഫേസ് നിറച്ച് പിമ്പിൾസ് ആയിരുന്നു. നിറച്ച് പിമ്പിൾസ് വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ നല്ല വെയിറ്റ് ഗെയിനും ഒക്കെ കണ്ണടയിൽ നോക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. സോ അങ്ങനെ തന്നെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ഇത്രയും കുറച്ചത്. അപ്പം ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ച്, എൻ്റെ ഡയറ്റ് പ്ലാൻസ് എങ്ങനെയായിരുന്നു, ഞാൻ 1 മന്തേ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുള്ളൂ. 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഡയറ്റ് പ്ലാൻ ആക്കും. എഗ് ഡയറ്റ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, അങ്ങനെ ഡയറ്റ് മാറ്റി പിടിക്കും. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളൊരു 3 മാസമാണ് ടാർഗറ്റ് വെക്കണം നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 മാസത്തിനും നമ്മൾ സെയിം ഡയറ്റ് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മടുക്കും, നമ്മൾ നിർത്തും. 100% ഷുവറാണ്, നമ്മൾ നിർത്തും. പക്ഷെ നമ്മൾ ഈ 1 മന്ത് ഇപ്പം ഞാൻ തന്ന ഈ ഡയറ്റ് പ്ലാൻ 1 മന്ത് ട്രൈ ചെയ്ത് നോക്കും. അതിനുശേഷം നിങ്ങൾ എഗ് ഡയറ്റോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ വേറെ കീറ്റോ ഡയറ്റോ അങ്ങനെ എന്തെങ്കിലും മാറി നോക്കൂ. നിങ്ങൾ മടുക്കൂല. നമുക്ക് ഫുഡ് മാറ്റി കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മടുക്കൂല. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളെല്ലാവരും
ഈ ഒരു എല്ലാവരും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു പ്ലാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു 1 മന്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറച്ചെങ്കിലും വെയിറ്റ് എന്തായാലും കുറയും വെയിറ്റ്. അപ്പോൾ ഒരു 1 മന്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വെയിറ്റ് കുറഞ്ഞത് എത്രയാണെന്ന് എനിക്ക് കമൻറ്റിൽ വന്നിട്ട് അറിയിക്കണം. ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുള്ളൂ. അതിന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചാൽ മതി. അല്ലാതെ ഞാൻ വന്നിരുന്നിട്ട് നിങ്ങൾ ചെയ്തേ പറ്റൂ, നിങ്ങൾ ഇതെടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് കുറച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്ന് ഒരു ക്രൗഡിൻ്റെ മുന്നിലൊക്കെ പോകുമ്പോൾ ഒരു എംബാരസ്മെൻറ്റ് ഇല്ലാതെ ഒരു അടിപൊളിയായിട്ട് കോൺഫിഡൻസോടുകൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി മേലെ, അത് തടിയുള്ളവർക്ക് മനസ്സിലാവും. അവർക്ക് കുറച്ചൊരു എനിക്ക് പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ ഒരു നാണക്കേടിലേക്ക് അവർ നോക്കുന്നുണ്ടോ, ഇവർ നോക്കുന്നുണ്ടോ, ഡ്രസ്സ് ഓക്കെ ആണോ, പിന്നെ നമ്മുടെ പഴയ ഡ്രസ്സൊന്നും കയറുന്നില്ല, പുതിയ ഡ്രസ്സ് വേണം, അങ്ങനത്തെ ഒരു ഫീലൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ തടിയുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ എന്നെ എന്തായാലും കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനും ഒരു എൻകറേജ്മെൻ്റ് ആണ്. സോ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും വെയിറ്റ് ഗെയിൻ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കൂടുതൽ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.